ഒരു തെറ്റും ചെയ്യാതെ ഇരുന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബാസിക്കാക്കൻ എൻ്റെ അടുത്തുനിന്ന് ഇല്ലാതാക്കും, വാപ്പനെ ഇല്ലാണ്ടാക്കും പറഞ്ഞ ഒരാളോട് എനിക്ക് ഇനി പൊരുത്തപ്പെടാന്നല്ല, എൻ്റെ കൺമുന്നിൽ പോലും ആ വ്യക്തി വരരുത് എന്നുള്ള ഒരു പ്രാർത്ഥന. എൻ്റെ സിവാപ്പു ഹാപ്പിയാണ്. അല്ലേ സിവ? എൻ്റെ മോള് വന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇത്ര ഒരു പഠിച്ചോനിൻ്റെ എന്താ പറയുക ഭാഗ്യമുള്ള മോള് എന്നൊക്കെ പറയൂലേ, അങ്ങനെയുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ നിങ്ങൾ പറയണ്ട ആ വ്യക്തിയാണോ ഈ വ്യക്തിയാണോ ജുബി അങ്ങനെ പറഞ്ഞിട്ട് ഈ വ്യക്തിനെ പറ്റിയിട്ടാണ്. അതൊന്നുമില്ല, ഞാൻ ഒരാളെ പേരും പറഞ്ഞിട്ടില്ല, ഞാൻ അതിനെ പറ്റിയിട്ട് നിങ്ങൾ ആരും അങ്ങനത്തെ കമന്റ് ഇടരുത്. പിന്നെ ലാസ്റ്റിന്റെ തല. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതേ അല്ല കേട്ടോ. അപ്പം കുറച്ച് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ പേഴ്സണലി മെസ്സേജൊക്കെ അയച്ചിട്ട് എന്നോട് ചോദിച്ചു എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ ക്വസ്റ്റ്യനിലേക്ക് വരാം. ജുബിത്താൻ്റെ ഡെലിവറി ടൈമിൽ ആരെങ്കിലും ജുബിത്താനെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജുബിത്താക്ക് ഇപ്പോഴും മനസ്സിലുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആ ടൈമിൽ തന്നെ നമ്മൾ മറന്നു പോവോ, പ്രഗ്നൻസി ടൈമിൽ എങ്ങനെ ആയിരുന്നു ജുബിത്താൻ്റെ പ്രഗ്നൻസി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ജിവുവിനെയും ബാസിക്കാക്കനെയും ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഒറ്റക്ക് ഇങ്ങനെ മാനേജ് ചെയ്യണതുണ്ടായിരുന്നു കേട്ടോ ചോദ്യങ്ങൾ. അപ്പം Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. Q&A ഇട്ടപ്പോൾ അതിൽ ഫുള്ള് ഫാമിലി കണ്ടന്റ്, ഫാമിലിനെ കുറിച്ചിട്ടാണ് ചോദിക്കണത്. പക്ഷെ ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് താല്പര്യമില്ല സംസാരിക്കുന്നത്. അപ്പം അതാണ് അതിനുള്ള റീപ്ലൈ. ബാസിക്കാക്ക പറഞ്ഞു വേണ്ട, നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണ്ട, ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. എല്ലാവരും ഇനിയിപ്പോൾ നമ്മളെ സിവാപ്പുവിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള റീപ്ലൈ കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാനത് കുറേ 2-3 ആൾക്കാർ എന്നോട് ഒരു എസ്സേ പോലെ ഫാമിലി കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചു. ഡെലിവറി ടൈമിൽ ഭയങ്കര ആ ഒരു കുട്ടിക്ക് ഭയങ്കര ഫീൽ ചെയ്യണ എന്താ പറയുക, ആ കുട്ടീനെ ഭയങ്കരമായിട്ട് മെൻ്റലി ഡൗൺ ആക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടപ്പം ഞാനും ആ സിറ്റുവേഷനിലൂടെ പോയ ഒരാളായതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. അപ്പം അതിനെക്കുറിച്ച് ചെറുത്ത് ഒരു മോട്ടിവേഷനോ കാര്യങ്ങളൊന്നുമല്ല, എനിക്ക് നടന്നൊരു ഫീല് ഞാൻ പറയുകയാണെങ്കിൽ എന്നോട് ആ ഒരു വ്യക്തി പറഞ്ഞപ്പം, പക്ഷെ ഇന്ന് വരെ ഞാൻ ആ വ്യക്തിക്ക് പുറത്ത് കൊടുത്തിട്ടില്ല. ബാക്കിയെല്ലാം ഞാൻ വിട്ടു. പക്ഷെ നമ്മൾ ഡെലിവറി ടൈമിൽ നമ്മൾ അത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട ടൈമിൽ നമ്മളോട് ഒരു വ്യക്തി പറഞ്ഞപ്പോൾ ആ വ്യക്തിനെ ഞാൻ ഇതുവരെ എന്താ പറയുക പുറത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് പുറത്ത് കൊടുക്കാനും ഞാൻ പോകുന്നില്ല. എൻ്റെ മനസ്സ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും, അങ്ങനെ ആക്കിയതുകൊണ്ടായിരിക്കും. ഓക്കെ, ഞാൻ കാര്യത്തിലേക്ക് വരാം കേട്ടോ. എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി. പലർക്കും പല സിറ്റുവേഷനിലുണ്ടാവും നമ്മൾ പ്രഗ്നൻസി ടൈമിൽ. ചിലവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, നല്ല ലൈഫായിരിക്കും. ചിലവർക്ക് അങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ നല്ല ലൈഫ് ഉള്ളവർക്കായിരിക്കും ഇതുപോലത്തെ ഉള്ള വിധി ഉണ്ടാവുക. ഓക്കെ, ബാസികാക്കിയും 2-3 ആൾക്കാരും ഞാൻ ജിവുവിനെ ഒരു 6 മാസം ആയിരിക്കണം, 7 മാസം ആയിട്ടില്ല, 6 മാസം. ഇതൊക്കെ ഞാൻ പോയിന്റ് ചെയ്ത് വെക്കണം. എനിക്ക് അത്ര ഫീല് ഇപ്പോഴും എൻ്റെ മനസ്സിൽ അത് നിങ്ങൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പം ജിവാപ്പു അപ്പുറത്തുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇതിവിടെ ഇങ്ങനെ ഇളകി കളിക്കണം. അപ്പോൾ ജിവാപ്പുവിന് ഒരു 6 മാസം ഉള്ള ടൈമിൽ ബാസികാക്കിയും കുറച്ച് ആൾക്കാർ ഭയങ്കര കച്ചറാണ്. അപ്പം ആ കച്ചറേൻ്റെ ഇടയിൽ ഒന്നും ഇല്ലാതെ ഞാനിങ്ങനെ ഇരിക്കുകയാണ്, കച്ചറ നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഈ വയറും വെച്ചിട്ട് കച്ചറേൻ്റെ ഇടയിലേക്ക് പോയി നിൽക്കാനോ അവരെ മാറ്റി നിർത്താനോ ഒന്നും എനിക്ക് പറ്റില്ല. ഞാൻ ബാസിയൊക്കെ എന്നോട് പറഞ്ഞു ഈ അവിടെ ഇരുന്നോ, ഞാൻ ബാക്കി നോക്കിക്കോളാം പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു വ്യക്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആ വ്യക്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ കുട്ടിക്ക് വാപ്പ ഉണ്ടാവില്ല, നീ പ്രസവിക്കുന്ന സമയത്ത് എൻ്റെ കുട്ടിക്ക് വാപ്പ ഉണ്ടാവില്ല, ഓനെ ഞാൻ ജയിലിൽ കയറ്റാൻ പോവാണ് പറഞ്ഞു. അത് കേട്ടിട്ടുണ്ടല്ലോ ഞാൻ ഫുള്ള് ഡൗണായി. കാരണം എന്നോട് പറയാ ഈ പ്രസവിക്കുന്ന ടൈമിൽ എൻ്റെ കുട്ടിക്ക് വാപ്പ ഉണ്ടാവില്ല, ഓനെ ഞാൻ ജയിലിൽ കയറ്റാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ഫുള്ളും അതുവരെ ഞാൻ ഒന്നുമില്ല, ഞാനങ്ങനെ ഒന്നും എടുക്കലില്ല. അപ്പം ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ട് ഞാൻ ഷോക്കായിട്ട് നിന്ന് ആ ഒരു വ്യക്തി എന്നോട് അത് പറഞ്ഞപ്പോൾ കേട്ടോ. അപ്പം ഞാൻ തിരിച്ചു എൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ തിരിച്ച് നല്ല മറുപടി കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ആ മറുപടിക്ക് നിന്നിട്ടില്ല. ഞാൻ മുണ്ടാണ്ട് അവിടെ അങ്ങനെ അത് കേട്ട് ഞാൻ നിന്നു. അപ്പോൾ ബാസിയാക്ക എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഈ എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ബാസിയാക്ക ഈ ഒരാൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ചോദിച്ചു. ബാസിയാക്ക ചോദിച്ചു ഈ തിരിച്ച് പറഞ്ഞോന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം എന്നോട് വാസിയാക്ക പറഞ്ഞു ഈ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അത് മതി. എന്നോട് വാസിയാക്ക എല്ലാം പറഞ്ഞിക്കണേ, ആരെന്ത് പറഞ്ഞാലും ഈ ഒരു കച്ചറക്കോ ഒരു കാര്യത്തിലൊക്കെ ഇജ്ജ് ഇടപെടരുത്, ആരും എന്നെ കുറിച്ചിട്ട് ഒരു നെഗറ്റീവ് പറയണം എനിക്ക് കേൾക്കാൻ പറ്റൂല. പക്ഷെ നെഗറ്റീവ് മൊത്തം എനിക്കാണ്. ഒരു അക്ഷരം ഞാൻ ഇന്ന് വരെ ആരോടും മുഖത്ത് നോക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് എൻ്റെ സഹി കെട്ടിട്ട് ഞാൻ ഒരു വ്യക്തിനോട്, ഞാൻ ആ വ്യക്തിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ കുറച്ച് 4-5 മാസം മുന്നേ ആ വ്യക്തിക്ക് നല്ല മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ എൻ്റെ മനസ്സിൽ അത്രയും ദേഷ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ആ വ്യക്തിനോട് പിന്നെയും ചൂടായത്. അപ്പം കാര്യത്തിലേക്ക് വരാം. അപ്പോൾ വാസിയാക്ക പറഞ്ഞു ഈ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, മതി. ഈയും ആ ഒരു വ്യക്തിയും തമ്മിൽ ഒരു സ്വഭാവമാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇത് തിരിച്ച് പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. ഇത് പറഞ്ഞിട്ടില്ലല്ലോ, കുഴപ്പമില്ല. ഓൽക്കൊരു കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, പഠിച്ചോ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, തിരിച്ച് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് മനസ്സിലിങ്ങനെ വെച്ചു ഞാൻ ചിരിക്കും, സംസാരമൊക്കെ വളരെ കുറവാണ് ആ വ്യക്തിയായിട്ട്. എനിക്ക് കാണുമ്പോൾ ചിരിക്കാനെല്ലാം ഉണ്ടാകുന്നല്ലാണ്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഈ ഒരു നിമിഷം വരെ ആ വ്യക്തിനോട് ഞാൻ പുറത്ത് കൊടുത്തിട്ടില്ല. പഠിച്ചോന് അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ തിരിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ പറയണ്ട ആ വ്യക്തിയാണോ ഈ വ്യക്തിയാണോ ജുബി അങ്ങനെ പറഞ്ഞിട്ട് ഈ വ്യക്തിനെ പറ്റിയിട്ടാണ്. അതൊന്നുമില്ല, ഞാൻ ഒരാളെ പേരും പറഞ്ഞിട്ടില്ല. ഞാൻ അതിനെ പറ്റിയിട്ട് നിങ്ങൾ ആരും അങ്ങനത്തെ കമൻ്റ് ഇടരുത്. പിന്നെ ലാസിൻ്റെ തലയിലേക്കും വരാം. എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു. അപ്പം അത്രേ ഉള്ളൂ. പൊരുത്തപ്പെടാൻ പറ്റൂല. പ്രഗ്നൻസി ടൈമിൽ നമ്മളോട് ആരെന്ത് ചെയ്താലും അത് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറ്റൂല. പൊരുത്തപ്പെട്ട് കൊടുക്കുന്നവരുണ്ടാവും, പക്ഷെ ജുബിക്ക് അത് പറ്റില്ല. കുറേ ആൾക്കാർ എന്നോട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഓലക്ക് വിട്ടു. പക്ഷേ ഈ ഒരു വാക്കുണ്ടല്ലോ, നിന്റെ കുട്ടിക്ക് വാപ്പനെ ഞാൻ ഉണ്ടാക്കൂല, ഓനെ ഞാൻ ജയിലിൽ കയറ്റുമെന്ന് പറയുമ്പോൾ ഈ പൊന്നു മുഖത്ത് അത് ജീവാപ്പ് ആരാന്നൊന്നും എനിക്കറിയില്ലല്ലോ, മോനാണോ മോളാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഇന്ന് അത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കണ ഒരാളെ, അതും എൻ്റെ പ്രാണനായിട്ട് കാണുന്ന ഒരാളെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹേർട്ടായി. സോ പഠിച്ചോൻ ഇപ്പോഴും ആ വ്യക്തിനെ അങ്ങനെ പരീക്ഷിച്ചും കൊണ്ടേ നിൽക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് വാസിയാക്ക ഇപ്പം ഈ കാണുന്നില്ല ആ വ്യക്തി ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഭയങ്കര ലൈഫോ അല്ല, ഒരിക്കലും അല്ല. ആ വ്യക്തിക്ക് പഠിച്ചോനിങ്ങനെ ഓരോന്ന് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഞാനത് ആ വ്യക്തിക്ക് അറിയാം ഞാനിത് പറയുമ്പോൾ ആ വ്യക്തിയും ഇതേ സിറ്റുവേഷനിലൂടെ പോയ ഒരാളാണ്. ഒരിക്കലും ഞാൻ പൊരുത്ത് കൊടുക്കൂല. ഇനി എൻ്റെ കാലിൻ്റെ മുന്നിൽ വന്നിങ്ങനെ വീണ് കിടന്നാൽ പോലും ഞാനത് പൊരുത്തപ്പെട്ട് കൊടുക്കൂല എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ ജിവാപ്പൊന്ന് സൈക്കിളുമേ കയറിട്ടോ ഒന്ന് ജസ്റ്റ് വീക്കാൻ പോയി. അതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം എനിക്ക് പറയാനുള്ളത് അതന്നെ. പല പ്രശ്നങ്ങളും ഉണ്ടാവും, പലർക്കും പല സിറ്റുവേഷനിലൂടെ പോകുന്ന, പ്രഗ്നൻസി ടൈമിൽ പോകുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പോൾ എൻ്റെ സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പലർക്കും മാപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കൂല, ഇങ്ങോട്ട് കൊടുക്കാനും പോകണില്ല. വാസിയാക്ക് എന്നോട് പറഞ്ഞു എടി കിട്ടിയില്ലേ, ആ വ്യക്തിക്ക് കിട്ടിയില്ലേ, നീ പിന്നെ ആ വിട്ടുകള. അപ്പോൾ ഞാൻ പറഞ്ഞില്ല വാസിയാക്ക, ഞാൻ മരിച്ചാൽ പോലും അതിന് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ളൊരു ദേഷ്യമുണ്ട്. പക്ഷേ ആ വ്യക്തിൻ്റെ മുമ്പിലൊക്കെ ഞങ്ങളിങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ ചെറിയ അസൂയകളുണ്ട്. അപ്പം അതെല്ലാത്തിലും പോയി പറഞ്ഞ് നടക്കുന്നതും ഉണ്ട്. ഞങ്ങൾ കേൾക്കലുണ്ട്. ഞങ്ങൾ പിന്നെ ഈ ചെവിണ്ട് ടീച്ചർ കൊണ്ട് വിടുന്ന ടീംസാണ്. ഞങ്ങളിപ്പോൾ അതെ ഞങ്ങളെ ലൈഫ് ഇപ്പം എൻജോയ് ചെയ്യുക, ഹാപ്പി ആക്കുക, ഞങ്ങളെ ബിസിനസ് കാര്യങ്ങൾ, ഫാമിലി. ഒരിക്കലും ആ വ്യക്തിക്ക് ഇനി ഞങ്ങളടുത്ത് എത്തിപ്പെടാൻ പറ്റൂല എന്ന് ഞങ്ങൾക്ക് നല്ല പോലെ അറിയാം. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ ഇവരല്ലേ അവരല്ലേ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ ആരെ പേരും പറഞ്ഞിട്ടില്ല. ഇനി ഇത് പറഞ്ഞിട്ട് എൻ്റെ റബ്ബ് എനിക്ക് വയ്യ. അല്ലെങ്കിൽ തന്നെ ജുബി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ പറ്റിയിട്ട് ഉള്ള ഇല്ലാത്ത പലതും പല സ്ഥലത്തും പറഞ്ഞ് നടക്കേണ്ട. പക്ഷെ ഞാനൊരു മുട്ടായി എടുത്ത് കൊടുത്തിട്ട് വരാം കേട്ടോ ഗൈസ്. അപ്പം അതാണ് പറയണത്. ഇനിയിപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ പേര് പറയുമ്പോൾ അത് എനിക്കിട്ട് കൊള്ളും, അത് എനിക്കിട്ട് വെക്കും. അവരെന്തായാലും എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അങ്ങനൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ ആ വ്യക്തിനെ എവിടെയും ഞാൻ പറയൂല. അവർക്കുള്ളത് പഠിച്ചാൽ അപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതെനിക്കറിയാം. കൊടുത്തിട്ടുണ്ട്, എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കണം, ഒരിക്കലും ഒരാളോടും പറയുന്ന വാക്ക് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റൂല. അതാരായാലും പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അത് തിരിച്ചെടുക്കാൻ പറ്റൂല. ഓക്കെ,
അപ്പം ഇതിനെ കുറിച്ചിട്ട് ഞാനും അങ്ങനെ പറയരുത്, ഈ വ്യക്തിനെ ഉദ്ദേശിച്ചാണ് ജുബി പറഞ്ഞത്, അങ്ങനെ ഒന്നുമല്ല. ഞാൻ ആ വ്യക്തിൻ്റെ പേര് എവിടെയും ഇനി പറയില്ല ഒരിക്കലോട്ടും. ഞാൻ വേറെ ഒരാളോട് പറഞ്ഞിട്ടുമില്ല. ഞാനും ബാസിക്കാക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ ആ വ്യക്തിനെ പറ്റി പറയില്ല, എവിടെയും പറയില്ല എന്ന് ഞാൻ ബാസിക്കാക്ക് സത്യം ചെയ്ത് കൊടുത്തതാ. ഓക്കെ, അപ്പം നിങ്ങളായിട്ട് ഇനി ആ വ്യക്തിയല്ലേ ഈ വ്യക്തിയല്ലേ, ഞങ്ങൾക്ക് മനസ്സിലായി, അങ്ങനൊന്നും പറയരുത്. ജുബി ആരെ പേരും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു പ്രശ്നം കൂടി എനിക്ക് തലയിൽ വാങ്ങാൻ പറ്റൂല. അത്രയ്ക്കും പല കാര്യത്തിലും അത് ജുബിയാണ് ചെയ്തത്, ജുബിയാണ് അങ്ങനെ ആക്കിയത്, ജുബിയാണ് ഇങ്ങനെ ആക്കിയതെന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ ഇതും പറയും, ഇന്ന ഉദ്ദേശിച്ചാണ് അന്ന ഉദ്ദേശിച്ചാണെന്ന്. പക്ഷെ എനിക്ക് താല്പര്യമില്ല ഗൈസ്, എനിക്ക് ഇനി വയ്യ. ഞാൻ ഓൾറെഡി ഇപ്പോൾ നല്ല ഹാപ്പിയിലാണ് പോണത്, എനിക്ക് ഇനിയും ഡിപ്രഷനിൽ പോകാൻ പറ്റൂല. സോ ഞാനും സിവാപ്പും ബാസികാക്കിയും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് മാഷാഅല്ലാ. ഇനി അങ്ങോട്ടും അതേപോലെ തന്നെ. ഇപ്പോൾ ഞങ്ങളെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ ആവുന്ന ഒരാളായിട്ട് നമ്മളൊരു കൂട്ടുമില്ല അല്ലേ സിവാപ്പു? എൻ്റെ സിവാപ്പു ഹാപ്പിയാണ്. അല്ലേ സിവാ? എൻ്റെ മോള് വന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇത്ര ഒരു പഠിച്ചോനിൻ്റെ എന്താ പറയുക ഭാഗ്യമുള്ള മോള് എന്നൊക്കെ പറയൂലേ, അങ്ങനെയുള്ള ഒരു കുട്ടിയാട്ടോ ഇത്. അല്ലേ സിവാ? ഓള് വന്നതിന് ശേഷം ആൾക്കാരെ മുഖങ്ങളും നമുക്ക് കാണാൻ പറ്റി, അത്രേ ഉള്ളൂ. അല്ലേ പൊത്തു? അപ്പം അത്രേ ഉള്ളൂ. എനിക്ക് എൻ്റെ ലൈഫിൽ നടന്നത്, പ്രഗ്നൻസി ടൈമിൽ നടന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി ആരിത് വളച്ചൊടിച്ചോ വേറെ രീതിയിൽ കാണരുത്. എൻ്റെ സങ്കടം ഉണ്ട്, എനിക്ക് അത്രയ്ക്ക് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നൊരു സങ്കടമായിരുന്നു. ഇപ്പം എല്ലാവരോടും പറഞ്ഞപ്പോൾ അതവിടെ കഴിഞ്ഞു. പക്ഷെ പൊരുത്തപ്പെട്ട് ഞാൻ കൊടുക്കൂല കേട്ടോ. അതിനിപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞത് പൊരുത്തപ്പെട്ട് കൊടുത്താണ്, പക്ഷെ കൊടുക്കാൻ പറ്റൂലെത്താ. ആരാണെങ്കിലും എന്നോട് പറയുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, അത് എനിക്കൊരിക്കലും പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറ്റൂല. അത്രയ്ക്ക് ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഇരുന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബാസികാക്കൻ എൻ്റെ അടുത്ത് നിന്ന് ഇല്ലാതാക്കും, വാപ്പനെ ഇല്ലാണ്ടാക്കും പറഞ്ഞ ഒരാളോട് എനിക്ക് ഇനി പൊരുത്തപ്പെടാമെന്നല്ല, എൻ്റെ കൺമുന്നിൽ പോലും ആ വ്യക്തി വരരുത് എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇത് ഒരിക്കലും ഒരാളെ പറ്റി പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റോ ചെയ്യരുത്. ഓക്കെ, എനിക്കത് ഭയങ്കര ടെൻഷനാവും. ഞാൻ കാരണം ആ വ്യക്തിനാണല്ലോ പറയുന്നത്, ഈ വ്യക്തിനാണല്ലോ പറയുന്നത്. സോ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ ഇതിനുള്ള റീപ്ലൈ തന്നാൽ മതി, പക്ഷെ ഒരാളെ പേര് ഇനി പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഓക്കെ, എനിക്ക് അത്രേ ഉള്ളൂ കേട്ടോ.